കുറച്ച് എക്സസൈസ് എല്ലാം ചെയ്തിട്ട് ഡയറ്റ് ചെയ്യുന്ന പറഞ്ഞാൽ നല്ലതല്ലേ. ഈ ഒരു ഫ്രീഡം ഇതൊന്നും എനിക്കല്ല നിന്നോട് അസൂയാണ്. എന്താ വെച്ചാൽ യെസ്, വെൽക്കം ടു എയർ സ്റ്റൈൽസ്. അപ്പോൾ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആക്ച്വലി കുറച്ച് നാൾക്ക് ശേഷം വീണ്ടും ഒരു പ്രാങ്ക് ചെയ്യാൻ വേണ്ടി പോയാണ്. നമ്മളിപ്പോൾ ആക്ച്വലി ചായ കുടിച്ചിട്ട് ഞാനിപ്പോൾ ജസ്റ്റ് മുകളിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ സെറ്റപ്പ് ആക്കാൻ വേണ്ടിയിട്ട് അതിന് വരണത്ര. അപ്പോൾ അതിന് മുമ്പിലായിട്ട് ഞാൻ പ്രാങ്കിൻ്റെ സെറ്റപ്പ് ചെയ്യാൻ വേണ്ടി പോവാണ്. ആദ്യം ക്യാമറ ഒളിപ്പിച്ച് വെക്കണം. തമിഴിൽ കണ്ട പോലത്തെ സാധനമാണ് ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ടോക്കിംഗ് ബിഹൈൻഡ് വൈഫ്. സക്സസ് ആവുമെന്ന് എനിക്കറിയില്ല, സംസാരിച്ച് നോക്കാം. എന്തായാലും അവൾ അടിയുണ്ടാക്കുന്നത് എനിക്കറിയാം, അത് ഷുവറാണ്. അപ്പം ക്യാമറ സെറ്റ് ചെയ്യാം, ബാക്കി നമുക്ക് വരുന്ന പോലെ നമുക്ക് ചെയ്യാം. ഓക്കെ, വെയിറ്റ്. ഓക്കെ, അപ്പം എല്ലാം സെറ്റാണെന്ന് വിചാരിക്കുന്നത്. വെയിറ്റ്, ഓളെ നോക്കട്ടെ. ആയില്ല, വെയിറ്റ് നോക്കാം. സെറ്റ് വേണം. ആക്ച്വലി വരുന്നത് അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ തുടങ്ങാമല്ലേ? ആടാ എൻ്റെ പറ, നീ നേരത്തെ എത്തിയാ? അതാണ്. പക്ഷേ എനിക്ക് വരണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷേ വരാൻ പറ്റിയിട്ട. എനിക്കറിയാലോ, എന്താ പറയുക, കല്യാണം കഴിഞ്ഞിട്ട് ഇത്രയായി. പക്ഷെ എന്നാലും ഒറ്റയ്ക്ക് വിടുന്നില്ല. എവിടെയെങ്കിലും പോകാനുണ്ടെങ്കിലും ഒരുമിച്ച് വരും. നമുക്ക് ആ ഒരു പണ്ടത്തെ ആ ഒരു ഫ്രീഡം ഇല്ലേ, അത് ആക്ച്വലി ഇപ്പോൾ കിട്ടുന്നില്ല. എന്താ പറയുക, കല്യാണം കഴിഞ്ഞ എല്ലാ ആൾക്കാരും അവസ്ഥ തന്നെയാണ്. ഇപ്പം നീ ഇന്ന് ജാക്കേൻ്റെ അടുത്ത് പോയി, എന്നാ അഖിൽ വന്നു. നിങ്ങൾ രണ്ടാളും മീൻസ് അഖിൽ കല്യാണം കഴിച്ചിട്ടും ഒറ്റയ്ക്ക് വന്ന് നിൻ്റെ കൂടെ. നിൻ്റെ കല്യാണം ഇതുവരെ കഴിഞ്ഞിട്ടുമില്ല. എന്നിട്ടും ഓക്കെ, നീ ഫ്രീ ആണ്. അപ്പോൾ നിനക്ക് ആരോടും ചോദിക്കാനും ഇതൊന്നുമില്ല. അപ്പോൾ നിനക്ക് അങ്ങോട്ട് പോവാം. പക്ഷെ അഖിൽ എന്നാ വൈഫിനോട് ചോദിച്ചിട്ട് അഖിൽ നിൻ്റെ കൂടെ വന്നു. നീ എന്ത് തേങ്ങയാണ് പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. അത് വലിയ കാര്യമില്ല, പക്ഷെ എനിക്കങ്ങനെ വരാൻ പറ്റുന്നില്ല. അതാണ് കല്യാണം കഴിച്ചാലും പ്രശ്നം. പക്ഷെ എനിക്ക് കല്യാണത്തിന് മുമ്പെല്ലാം നമ്മൾ എല്ലാ സ്ഥലത്തും നമ്മൾ പോയിട്ടുണ്ടല്ലോ. ഇപ്പം കറങ്ങാൻ വേണ്ടിയിട്ടാണെങ്കിലും എവിടെയാണെങ്കിലും നമ്മൾ പോയിട്ടുണ്ട്. എന്താ പൊലച്ചക്കും രാത്രിയും എല്ലാ സമയത്തും നമ്മൾ എല്ലായിടത്തും പോയിട്ടുണ്ട് ഇല്ലേ? നമ്മൾ പണ്ട് ഏടെല്ലാം പോയിട്ടുണ്ട്. പക്ഷെ ഇപ്പോൾ കല്യാണം കഴിഞ്ഞതിന് ശേഷം നമുക്കൊന്ന് ഏടി പോകാനും പറ്റുന്നില്ലല്ലോ. അതുകൊണ്ട് മാത്രമേ വരാൻ പറ്റാനില്ല. എനിക്ക് വരണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷേ ഇല്ല, പറ്റിയിട്ട. എന്താ അറിയില്ല, അതിന് അങ്ങനെ ആയിപ്പോയി. അത് കല്യാണം കഴിഞ്ഞ ആൾക്കാരെ അവസ്ഥയാണ്. എന്റെ ദൈവമേ, ഏത് നേരത്താണാവോ നീ എന്നെ മല കയറ്റിയത്? എന്നിട്ട് നീ എന്താ ഇപ്പോൾ വിളിച്ച? ഓ, ഞാൻ വിളിച്ചു. നീ പെണ്ണ് കാണാൻ വേണ്ടി പോയിനാ? പറഞ്ഞിട്ടല്ല എപ്പോ? അതൊക്കെ കൊണ്ടാണല്ലോ നീ ഇന്ന് വിളിച്ചത്, വരാൻ വേണ്ടിയിട്ട്. എനിക്ക് ആക്ച്വലി വരണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അത് വിട്. എന്നിട്ട് നീ പെണ്ണ് കാണാൻ വേണ്ടി പോയിട്ട് എന്താ അവസ്ഥ? ഓക്കെ ആയിട്ടുണ്ടാ? ഞാനിപ്പോഴേ പറഞ്ഞേക്കാം, വേണമെങ്കിൽ വയസ്സൊന്നും നീ നോക്കേണ്ട ആവശ്യമില്ല. ആവശ്യത്തിന് വയസ്സായി നമുക്കെല്ലാം. പക്ഷെ വേണമെങ്കിൽ കുറച്ചൊന്ന് പോസ്റ്റ്പോൺ ചെയ്തോ. എന്താ വെച്ചാൽ അത്രയും കാലമെങ്കിലും നിനക്ക് അടിച്ചു പൊളിച്ച് നിൽക്കാൻ പറ്റും. ഈ ഒറ്റ കേൾക്കുന്ന ലൈഫില്ല, അതൊന്നും അധികകാലം കിട്ടൂല. കല്യാണം കഴിച്ച് കഴിഞ്ഞാൽ പിന്നെ തീർന്നു, നിൻ്റെ ലൈഫ് തീർന്നു തന്നെ പറയാം. ഈ ഒരു ഫ്രീഡം ഇതൊന്നും എനിക്കല്ല നിന്നോട് അസൂയാണ്. എന്താ വെച്ചാൽ ഈ ഒരു ഫ്രീഡം ഇതൊന്നും നിനക്ക് കുറച്ച് കാലം കഴിഞ്ഞാൽ കിട്ടൂല. നിനക്കറിയാം. പക്ഷെ ഞാൻ ഇപ്പോഴേ പറഞ്ഞുതരാം, വേണമെങ്കിൽ ഓക്കെ, പെണ്ണ് കണ്ടു, ഏകദേശം ഓക്കെ ആയി. ഇത് നീ വേണമെങ്കിൽ എന്താ വെച്ചാൽ അടുത്ത കൊല്ലം ടൈം ഇല്ലെങ്കിൽ 2 കൊല്ലം കഴിഞ്ഞിട്ടെങ്കിൽ ആയിക്കോ. എന്തായാലും ആ പെണ്ണ് അവിടെ വെയിറ്റ് ചെയ്യുന്നതാണെങ്കിൽ നീ വേണമെങ്കിൽ കുറച്ച് കാലം കഴിഞ്ഞിട്ട് ചെയ്താലും മതി, കല്യാണം കഴിച്ചാലും മതി അല്ലേ? നീ ഇപ്പം ഇന്ന് കണ്ട എനിക്ക് വരാൻ പറ്റിയില്ല. നിനക്ക് സുഖമായിട്ട് പോകാൻ പറ്റി, എന്നാ ജാക്കേൻ്റെ അടുത്തേക്ക്. പക്ഷേ എനിക്ക് വരാൻ പറ്റിയിട്ടില്ല, നിനക്ക് പോകാനും പറ്റിയില്ലേ. ഇത് കല്യാണം കഴിഞ്ഞാലും നിനക്ക് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ കുറേ സംഭവം ഉണ്ടാ പറയാൻ വേണ്ടിയിട്ടാണ് കുറേ. ഇന്നിപ്പോൾ നോക്ക്, സൺഡേ അല്ലേ? അപ്പോൾ ഞാൻ പറയും, ഇന്നിപ്പം ജാക്കായിട്ട് ആ ഫംഗ്ഷൻ ഇല്ലോണ്ട് ഓക്കെ, നിങ്ങൾ അവിടെ പോയി. ഇതിപ്പോൾ അല്ലാണ്ടാണെങ്കിൽ ഇപ്പം ഞാനും അനുവും കൂടിയിട്ട് എവിടെയെങ്കിലും പുറത്ത് പോകണ്ടേ? ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. ഇപ്പം എന്ന് വെച്ചാൽ ഇപ്പം നമ്മൾ പുറത്ത് പോകുമല്ലോ. ഇപ്പം വെയിലാണ്, ഓക്കെ. ഇപ്പോൾ ഈ മഴയിലൊരു സമയത്താണെങ്കിൽ ഇപ്പം നമ്മളിപ്പോൾ പുറത്തേക്ക് ഇറങ്ങാൻ വേണ്ടി പോകുന്നത്, മഴ വന്നു എന്ന് വിചാരിക്കാം. അപ്പം എന്നാൽ പോകാൻ പറ്റില്ലല്ലോ, സ്വാഭാവികം. അപ്പോൾ ആ സമയത്ത് എന്നാൽ എന്നോട് പറയും, ഞാൻ കാരണമാണ് പോകാൻ പറ്റാത്തതെന്ന്. ഇതിലെന്താ ന്യായമില്ല നോക്കിയേ. പക്ഷെ മഴ വന്നാലും അതിൻ്റെ തെറ്റ് എൻ്റെ മേക്ക്. അത് ശരിയല്ലല്ലോ. അല്ല, പറഞ്ഞിട്ട് ആരുമില്ല.
ഇതിപ്പോൾ ഇവിടെ മാത്രമല്ല, എനക്ക് ഒന്ന് അഖിലിൻ്റെ അടുത്ത് പോയാലും കിരണിൻ്റെ അടുത്ത് പോയി കഴിഞ്ഞാലും എല്ലാ അവസ്ഥ ഇതന്നെ, എല്ലാ ഹസ്ബൻഡ്സിൻ്റെ അവസ്ഥ ഇതന്നെയാണ് തോന്നുന്നത്. എന്താ വെച്ചാൽ എന്തെങ്കിലും ഒരു തെറ്റുണ്ടെങ്കിൽ അത് നമ്മൾ ചെയ്തത്. അങ്ങനെ തന്നെ കുറേ കാലമായിട്ട് അങ്ങനെ തന്നെ ഉണ്ട്. ഞാൻ അടിയാക്കാൻ നിൽക്കുകയല്ല, എന്ന് വെച്ചാൽ തുടക്കത്തിലൊക്കെ ഞാൻ അടിയാക്കിയിട്ടുണ്ട്. ഇപ്പോൾ എന്തെങ്കിലുമായിട്ട് നമ്മളിങ്ങനെ കുറ്റപ്പെടുത്തിക്കൊണ്ട് നിൽക്കുന്ന സമയത്ത് ഞാൻ തിരിച്ചു പറയും. അപ്പോൾ നമ്മൾ തിരിച്ചു പറയുന്ന സമയത്ത് അതിൻ്റെ ഡബിളിൽ ഇങ്ങോട്ടും പറയും. ഇപ്പോൾ എന്തെങ്കിലും അത് അങ്ങനെ ശരിയല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിരിച്ചിങ്ങോട്ടും പറയും അത് ഇങ്ങനെ ശരിയല്ല എന്ന് പറയും. അപ്പോൾ 1, 2 പറഞ്ഞിട്ട് ഇങ്ങനെ അടിയായ പിന്നെ എല്ലാം തീർന്നു. എന്ന് വെച്ചാൽ അന്ന് രാത്രി ഉറങ്ങാൻ പറ്റില്ല, കരഞ്ഞ് കുഴപ്പമാക്കും. നമ്മയെന്ന് വെച്ചാൽ പണിക്കെല്ലാം പോയിട്ട് രാത്രി വരുന്ന സമയത്ത് ഭയങ്കര ക്ഷീണമായിരിക്കും. അപ്പോൾ രാത്രി എന്തെങ്കിലും 1, 2 പറഞ്ഞിട്ട് അടിയാക്കിയിട്ട് അന്ന് രാത്രി ഉറങ്ങാനും പറ്റൂല, ഫുൾ കരച്ചിലും ബഹളമായിരിക്കും. രാത്രി ഉറക്കമുണ്ടാവില്ല അങ്ങനെയുള്ള ദിവസങ്ങളിൽ. കുറേ കാലം അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. പിന്നെ അവസാനം എനിക്ക് മനസ്സിലായി നമ്മൾ എന്തിനാ ഇങ്ങനെ അടി ഉണ്ടാക്കുന്നത്. പിന്നെ ഞാൻ അങ്ങനെ തിരിച്ച് പറയുന്നത് നിർത്തി. അപ്പോൾ അതിന് ശേഷം എന്നാ വലിയ പ്രോബ്ലംസ് ഇല്ല. ഇപ്പം എന്തെങ്കിലും ആയിട്ടൊരു തെറ്റുണ്ടെങ്കിൽ ഞാൻ തന്നെ തെറ്റുകാരൻ. അങ്ങനെ പറഞ്ഞാൽ പിന്നെ പ്രശ്നം തീർന്നില്ലേ? ഏത് നമുക്ക് മനസ്സിലായില്ല. ആ ഒരു ഐഡിയ നമ്മളിങ്ങനെ പോകുന്നതാണ്. പക്ഷേ ഇപ്പം എന്തെങ്കിലും ഒരു തെറ്റുണ്ടെങ്കിൽ ഇപ്പോൾ എന്താ പറയേണ്ടത്, ഒരു ഇല നിലത്ത് വീണു, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ വീടിലുണ്ടായ ഒരു ഇല നിലത്ത് വീണു, ചിലപ്പോൾ കാറ്റത്ത് വീണായിരിക്കും. പക്ഷെ ഓള് പറയും ഞാനാ തട്ടിയിട്ടേന്ന് പറയും. ഞാൻ പറയും ശരി ഞാനാ തട്ടിയിട്ടേ. ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ പറയാൻ നിൽക്കില്ല. എന്താ വെച്ച് കഴിഞ്ഞാൽ എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ആ എലിയും തട്ടിയിട്ടു, അതിൻ്റെ അപ്പുറമില്ല എന്തെങ്കിലും വീണിട്ടുണ്ട് അതെല്ലാം എൻ്റെ തലയിലാവും. എന്നുവെച്ചാൽ കാറ്റത്ത് എന്തെല്ലാം വീണിട്ടുണ്ട് അതെല്ലാം എൻ്റെ തലയിലാവും. അവിടെ ഞാൻ പറയാൻ നിൽക്കുകയില്ല. അതാണ് അവസ്ഥ. കല്യാണം കഴിച്ചതിൽ മെയിൻ അവസ്ഥ എന്താ വെച്ചാൽ എന്ത് തെറ്റുണ്ടെങ്കിലും അതിൻ്റെ കാരണം നമ്മയായിരിക്കും. അവർക്ക് ബ്ലെയിം ചെയ്യാൻ വേണ്ടിയിട്ട് ഒരാൾ വേണം. ആ ഒരാൾ നമ്മയായിരിക്കും. മനസ്സിലായല്ല? അതാണ് അത് എല്ലാവരും അവസ്ഥയും തന്നെ. ഇപ്പം എന്താ വെച്ചാൽ ഇപ്പം നമ്മൾ ഡ്രസ്സ് എടുക്കാൻ വേണ്ടി പോകുന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഞാനും അതിനും കൂടിയിട്ട് ഇപ്പം ഏതെങ്കിലും ഒരു ടെക്സ്റ്റൈലിൽ പോകുന്നു, ഡ്രസ്സ് എടുക്കുന്നു. ഇപ്പോൾ ഡ്രസ്സ് നോക്കുന്നു, കുറേ സമയം നോക്കും. എന്നിട്ടെന്നാ ഒന്നും ഇഷ്ടപ്പെടില്ല. എന്നിട്ട് ഇതേ എന്തായാലും ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ടല്ലേ പോകുന്നത്. അപ്പോൾ ഞാൻ ഒരു ശരി അടുത്ത ഷോപ്പിലേക്ക് പോകും. ആ ഷോപ്പൊന്നും ഇഷ്ടപ്പെട്ടിട്ടല്ല, അടുത്ത ഷോപ്പിൽ പോകും. എന്നിട്ട് ആ ഷോപ്പിൽ പോയിട്ട് 1, 2 മണിക്കൂർ ഡ്രസ്സ് നോക്കും. അതൊന്നും ഇഷ്ടപ്പെടില്ല. എന്നിട്ട് അടുത്ത ഷോപ്പിൽ പോകും. എന്നിട്ട് അവിടുന്ന് ഇതേപോലെ നോക്കും. എത്ര സമയം പോകുന്നറിയാം. എന്നിട്ട് ചിലപ്പോൾ അതിൻ്റെ ഇടയിൽ ഓള് പറയും ഞാൻ ആദ്യം ഒരു ഷോപ്പിൽ പോയപ്പോൾ ഒരു ഡ്രസ്സ് കാണിച്ചതില്ലേ അതെനിക്ക് ഇഷ്ടമായിരുന്നു അന്നേരം പറയും. ഈ സാധനം ഫസ്റ്റ് പറയില്ല. അല്ല അത് ശരിയാണ്, അവർക്ക് എന്നാൽ എല്ലാ ഡ്രസ്സും നോക്കണമെന്ന് ആഗ്രഹമില്ലാണ്ട് 3 ഷോപ്പിൽ കയറിയതായിരിക്കും. പക്ഷേ ആദ്യം ഇഷ്ടപ്പെട്ടു എന്നില്ല സാധനം എന്നോട് അന്നേരം പറയില്ല. ലാസ്റ്റിലായിരിക്കും എന്നോട് പറയുന്നുണ്ടാവില്ല. നമ്മ എന്താ വീടിന് കയറി ഏറ്റവും ലാസ്റ്റിലെ ഷോപ്പ് എത്തിയിട്ടുണ്ടാവും. എന്നിട്ട് തിരിച്ച് ഇങ്ങോട്ടേക്ക് വരണം. എന്നിട്ട് തിരിച്ചിടാൻ വന്നിട്ട് ഇപ്പോൾ ഇഷ്ടപ്പെട്ടതാണല്ലോ അതെടുക്കാമെന്ന് വിചാരിച്ച് പോകുന്ന സമയത്ത് എന്താ നമ്മൾ അവിടെ എത്തിയിട്ട് അവൾ ഇട്ട് നോക്കുന്ന സമയത്ത് അവൾ പറയും വേറെ എന്തെങ്കിലും കാരണം പറയും. അപ്പോൾ അതും എടുക്കൂല. ഇങ്ങനെ എത്ര ഷോപ്പിൽ പോയിട്ടുണ്ട് അറിയാം. കുറെ നാളായി തുടങ്ങിയിട്ട് ഞാൻ ഇതുവരെ നിന്നോട് ഇതൊന്നും പറഞ്ഞില്ലെന്നുള്ളതേ ഉള്ളൂ. ഇപ്പം അതെല്ലാം പോട്ടെ. ഇപ്പം ചിലപ്പോൾ പെട്ടെന്ന് ഒരു ദിവസം എന്നോട് 2 ഡ്രസ്സ് കാണിച്ചിട്ട് എന്നോട് ഇതിലേതാന്ന് ഇഷ്ടപ്പെട്ടതെന്ന് ചോദിക്കും. 2 ഏകദേശം ഒരേപോലത്തെ ആയിരിക്കും. നമുക്കെന്താ എനിക്കറിയാലോ, നമുക്ക് പിങ്ക് എല്ലാം പിങ്കാണല്ലോ. പിങ്കിൽ തന്നെ കുറേ പിങ്ക് ഉണ്ടല്ലോ. നമുക്കെല്ലാം ഒരു പിങ്കാണ്. ഇവർക്കെല്ലാം പിങ്കിൽ കുറേ കളറുണ്ട്. ഇതൊന്നും നമുക്കറിയില്ലല്ലോ. നമുക്ക് പിങ്ക് എന്ന് പറഞ്ഞ ഒരു കളറ്, പക്ഷേ ഇവർക്ക് പിങ്കിൽ കുറേ കളറുണ്ട്. എന്നിട്ട് പിങ്കിൽ തന്നെ 2 ഡിഫറെൻറ്റ് ഷെയ്ഡിലെ ഇതുണ്ടെന്ന് വെച്ചോ. എന്നാ ഓക്കെ നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു സാധനം ഓക്കെ 2 കാണിച്ചു തന്നിട്ട് ഇതാണ് ഇഷ്ടം എന്ന് പറഞ്ഞിട്ട് നമുക്ക് കാണിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഓള് പറയും മറ്റേ എന്താ ഇഷ്ടമായിട്ടേ അതെന്തുകൊണ്ട് ഇഷ്ടപ്പെട്ടിട്ടാ. നമ്മയിൽ ഓക്കെ ഏകദേശം നമുക്ക് തോന്നിയത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാലും കുറ്റം നമുക്കായിരിക്കും. എന്താ വെച്ചാൽ ഇത് നമുക്ക് ഇഷ്ടപ്പെട്ടു ഇത് നമുക്ക് ഇഷ്ടപ്പെട്ടു ഒരു മിനിറ്റ് ആദ്യത്തെ നമുക്ക് ഇഷ്ടപ്പെട്ടു അത് നമുക്ക് കാണിച്ചു കൊടുക്കുന്ന സമയത്ത് ഓക്കെ ഇഷ്ടപ്പെട്ടു എടുക്കാൻ വേണ്ടിയിട്ടല്ലേ നമ്മൾ പറയുന്നത്. ഓക്കെ ഇതെടുത്തോന്ന് ഇങ്ങനെ പറയുന്ന സമയത്ത് അവൾ പറയും എന്തോ ഇഷ്ടപ്പെട്ടിട്ടാ. നമ്മൾ എന്തൊക്കെയായിട്ട് ഒരു കാരണം പറയില്ല വെച്ചാൽ ഒരു കാരണം പറയും. അത് പിന്നെ അതിൻ്റെ മുകളിൽ അടി ഉണ്ടാക്കും. ഈ കാരണമില്ലേ ഇതെന്നിട്ട് എൻ്റെ എടുത്തോന്ന് പറഞ്ഞേ അങ്ങനെ കുറേ കാര്യം പറയും. നമുക്ക് പിന്നെ മതിയാവും. അടിയാക്കിയിട്ട് എനിക്ക് വയ്യ. അവസാനം നമ്മൾ നിർത്തും. അതുകൊണ്ട് ഞാൻ ഒപ്പീനിയൻ പറയാൻ നിൽക്കുകയില്ല. ഞാനിട്ട് പറയും ഓക്കെ നിനക്ക് ഏതാണ് ഇഷ്ടപ്പെട്ടെ അത് നീ എടുത്തോന്ന് പറയും. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ വേറെ പ്രശ്നം എന്താണ് ഓക്കെ നമ്മളെ കാര്യത്തിലൊരു ശ്രദ്ധയില്ല എന്ന് പറയും. മനസ്സിലായി? ഇങ്ങനെ കുറേ സാധനങ്ങളുണ്ട്. അയ്യോ അത് ഡ്രസ്സിൻ്റെ കാര്യം. പിന്നെ നീ മനസ്സിലാക്കേണ്ട സാധനം വെച്ചാൽ ഇപ്പോൾ നമ്മൾ ഫുഡെല്ലാം കഴിക്കുന്ന സമയത്ത് എന്നാ പണ്ട് പോലെ നമ്മൾ വീട്ടിൽ നിന്ന് രാവിലെ ചായക്ക് ദോശ ഉണ്ടാക്കും, ഇല്ലേ പുട്ടുണ്ടാക്കും, രാത്രി ചോറ് ഉച്ചക്ക് ചോറ് അങ്ങനെയല്ലേ കഴിക്കല്ലേ. പക്ഷെ ഇവർ മീൻസ് വൈഫ് വന്നതിന് ശേഷം ഇവർക്ക് എന്താ ഇവർ
കുറച്ച് കാലം കഴിഞ്ഞ ശേഷം ഇവരൊരു ഓക്കെ കുറച്ച് തടിച്ച് ഇനി ഡയറ്റ് ചെയ്യാമെന്ന് പറയും. ഓക്കെ, നല്ലത്. കുറച്ച് എക്സസൈസ് എല്ലാം ചെയ്തിട്ട് ഡയറ്റ് ചെയ്യുന്ന പറഞ്ഞാൽ നല്ലതല്ലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് തന്നെ പ്രത്യേകതരം മെനു. സാറിന് വീട്ടിലെല്ലാവരും കഴിക്കുന്ന ഒരു ഐറ്റം ആയിരിക്കും, ഇവർക്ക് വേണ്ടിയിട്ട് വേറെ തന്നെ ഒരു ഐറ്റം. ഇപ്പോൾ രാത്രി എന്നാൽ സാലഡ് കഴിക്കുന്നുണ്ടാവും, രാവിലെ എന്നാവും പക്ഷേ അതിൻ്റെ പേരുന്ന ഒരു മിക്സർ പോലത്തെ അല്ല, കോൺഫ്ലെക്സ് അല്ലേ, കോൺഫ്ലെക്സ് കഴിക്കുന്നുണ്ടാവും. ഉച്ചയ്ക്ക് ചിലപ്പോൾ സാലഡോ എന്തെങ്കിലുമായിട്ട് കഴിക്കുന്നുണ്ടാവും. പക്ഷേ 2 അടുക്കള പോലത്തെ ഒരു സെറ്റപ്പ് വരും. എല്ലാവർക്കും ഇല്ല ഒരുപോലെ ഇല്ലാതെ കഴിച്ചാൽ പോരെ. വേറെ തന്നെ ഒരു അടുക്കളയല്ല ആക്ച്വലി, ഞാൻ അങ്ങനെ പറയുന്നില്ല. വേറെ തന്നെ ഒരു സെറ്റപ്പ് അങ്ങനെ ഉണ്ടാക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. ഇപ്പം ഞാൻ ചോറ് കഴിക്കുന്നത് അതുപോലെ ഇപ്പോൾ ചിലപ്പോൾ എന്നോട് കാർബോഹൈഡ്രേറ്റ് കൂടുതലുള്ളതുകൊണ്ട് തടിക്കുന്നു പറഞ്ഞിട്ട് ചോറ് കഴിക്കുന്നത് നിർത്തും. കുറച്ച് കഴിച്ച് ഇപ്പോൾ നല്ലോണം കഴിക്കുന്നുണ്ട്, അതിനനുസരിച്ച് എക്സസൈസ് ചെയ്താൽ മതി അല്ലേ. One eternity later. പിന്നെ അതിന് ശേഷം ഒരു 10:30 അഖിൽ വിളിച്ചിട്ട് പറഞ്ഞു ഒരു 11 മണിക്ക് ഇറങ്ങുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചു കഴിഞ്ഞാൽ എന്നാ ഒരു 1/4 മണിക്കൂർ കൊണ്ട് എനിക്ക് റെഡിയാകാൻ പറ്റും. പിന്നെ നമ്മൾ എന്തുകൊണ്ട് വരുന്നില്ല പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് 1/4 മണിക്കൂർ കൊണ്ട് റെഡിയാവും. പക്ഷെ അതുമില്ല, അവർക്കെന്നാ 1/4 മണിക്കൂർ കൊണ്ട് ഒന്നും ആവില്ല. മിനിമം 1.5 മണിക്കൂർ ഉണ്ടെങ്കിൽ അവർക്ക് റെഡിയാകാൻ പറ്റും. അതുകൊണ്ട് മാത്രമാണ് പറയുന്നത്. എനിക്ക് ആക്ച്വലി വരണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ അഖിൽ ആക്ച്വലി പോവാ ഇല്ലെങ്കിൽ ഒരുമിച്ച് പോവാന്ന് പറഞ്ഞ തന്നെ ഒരു 10:30. അപ്പോൾ 11 മണിക്ക് അവൻ ഇറങ്ങുമെന്നും പറഞ്ഞു. അല്ല, നിങ്ങൾ 2 11 മണിക്ക് ഇറങ്ങുമെന്ന് പറഞ്ഞു. അപ്പോൾ ആ ഒരു അരമണിക്കൂർ കൊണ്ട് എന്തായാലും ഇറങ്ങാൻ പറ്റില്ല, അത് ഷുവറാണ്. മിനിമം അവർക്ക് റെഡി ആവണമെങ്കിൽ മീൻസ് ഒരു ഫംഗ്ഷന് റെഡി ആവണമെങ്കിൽ 1.5 മണിക്കൂർ വേണം. പുട്ടിയിടണം, മേക്കപ്പ് ഇടണം, ഡ്രസ്സ് അയൺ ചെയ്യണം. പായലേ വിട പൂപ്പലേ വിട എന്നേക്കും വിട. ഒരു 1.5 മണിക്കൂർ പോകും. അല്ല, നല്ലതാണ് ഒരു ഫംഗ്ഷനിൽ പോകുമ്പോൾ നല്ല വൃത്തിക്ക് പോകേണ്ടത്, നല്ല അല്ലേ, അതൊക്കെ ഓക്കെ. പക്ഷേ അത്രയും ടൈം എടുക്കുന്നത് കുറച്ച് അധികമല്ലേ. ഇപ്പോൾ ഒരു സ്ഥലത്ത് പോകണം എന്നാണെങ്കിൽ നേരത്തെ റെഡി ആയിട്ട് ഇങ്ങനെ പോകണ്ടേ അല്ലേ. ആണ് ഇപ്പോൾ നമ്മൾ തിരക്ക് പിടിച്ചിട്ട് പോകുന്ന സമയത്തും എനിക്കും കാര്യങ്ങളൊന്നും എൻജോയ് ചെയ്യാനൊന്നും പറ്റുന്നില്ല. ഇപ്പം നമ്മൾ ഇവിടെ പോകുന്നുണ്ടെങ്കിൽ ഒരു ദിവസത്തെ ഷെഡ്യൂളിൽ ഇപ്പം ഇന്ന് ഞായറാഴ്ച അല്ലേ, ഇന്നൊരു ദിവസം നമ്മൾ പുറത്തേക്ക് ഇറങ്ങുന്നുണ്ടെങ്കിൽ ഇന്നത്തെ ഷെഡ്യൂൾ കുറേ ഉണ്ടാവും. ഇപ്പോൾ അവിടെ പോകണം, ഇവിടെ പോകണം, കുറേ സ്ഥലത്ത് അവിടെ സാധനം വാങ്ങിക്കാൻ പോകണം, ഇത് പോകണം എന്നെല്ലാം പറയുന്ന സമയത്ത് എനിക്കൊന്നും എൻജോയ് ചെയ്യാൻ പറ്റുന്നുണ്ടാവും. ഇപ്പോൾ എവിടെയും പോകുന്നുണ്ടെങ്കിൽ അവിടെ പോകുന്നു, സാധനം വാങ്ങിക്കുന്നു, ഇങ്ങോട്ട് നോക്കുന്നു, അങ്ങോട്ട് നോക്കുന്നു, തിരിച്ചു പോകുന്നു, അത്രയും ഉണ്ടാവും. നമുക്കെന്നാ ലൈഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നേ ഇല്ല. ഇപ്പം അത് തിരക്കിലുണ്ടെന്നാണ്, അത് സത്യമാണ്. പക്ഷേ നമുക്ക് ലൈഫ് എൻജോയ് ചെയ്യാൻ പറ്റുന്നു. ഇപ്പം എനിക്കാണെങ്കിൽ കൂടി ഇപ്പോൾ നമ്മൾ എവിടെയും പോകുന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു സ്ഥലത്ത് പോകുന്നു, അത് കാണുന്നു, ഇത് കാണുന്നു, 2 ഫോട്ടോ എടുക്കുന്നു, ഇൻസ്റ്റയിൽ പോസ്റ്റ് ചെയ്യുന്നു, തിരിച്ചു വരുന്നു. അങ്ങനെ ഇന്നിപ്പം നമ്മൾ 2 ആളും കൂടിയിട്ട് എന്നാൽ വൈകുന്നേരം ചായ കുടിക്കാൻ വേണ്ടി പോകും. ഇപ്പം വൈകുന്നേരം ഇല്ലേ, ഇപ്പം നമ്മൾ വീട്ടിൽ നിന്ന് ഇപ്പോൾ ചായ കുടിച്ചു. അപ്പോൾ ചായ കുടിക്കുന്ന സമയത്ത് ഓക്കെ, വീട്ടിൽ നിന്ന് ചായ കുടിക്കുന്ന സമയത്ത് അത്രക്കല്ലേ ആവുന്നില്ല. ഇപ്പം നമ്മൾ ഫ്രണ്ട്സെല്ലാം കൂടി പോയിട്ട് നമ്മൾ പണ്ട് ആ സമയത്ത് ചായ കുടിക്കുന്ന സമയത്തെല്ലാം ഒരു ഹോട്ടലിൽ പോകുന്ന ഇച്ചാൻ്റെ കൂടിയായിട്ട് പോകുന്നു, അവിടെ നിന്ന് ചായ കുടിക്കുന്നത്, ഒരു പഴംപൊരി കഴിക്കുന്നു, അത്രയും ആവുന്നില്ല, കുറച്ചേ ആവുന്നില്ല. നമ്മൾ ചായ അത്രയും കുടിക്കുന്നുണ്ട്. പക്ഷേ ഇവരെയും കൂട്ടിയിട്ട് നമ്മൾ ചായ കുടിക്കാൻ വേണ്ടി പോകുന്ന സമയത്തൊന്നും ഇവളെയും കൂട്ടിയിട്ട് നമ്മൾ ഞാനിപ്പോൾ ചായ കുടിക്കാൻ വേണ്ടി പോകുന്നു. അപ്പോൾ ഞാൻ നോക്കുന്ന സമയത്ത് നല്ലൊരു ഹോട്ടൽ നോക്കണം. നമുക്ക് തട്ടടയിൽ അങ്ങനെ ആയി പോയിട്ട് ഇരുന്നിട്ട് കുടിക്കാനും പറ്റില്ല. എന്ന് വെച്ചാൽ വൈഫിനെയും കൂട്ടിയിട്ട് പോകുന്നില്ല, നമ്മൾ അവരെയും കൊണ്ട് പോകുന്ന സമയത്ത് കുറച്ച് ഹൈജീനിക് ആയ ഒരു സ്ഥലമെല്ലാം നോക്കണം. അപ്പോൾ അങ്ങനെ നല്ല ഹോട്ടലെല്ലാം നോക്കിയിട്ട് അവിടെ പോകുന്നു, അവിടെ ഇരിക്കുന്നു. ഓക്കെ, അപ്പോൾ അതിനനുസരിച്ചില്ല ഇപ്പോൾ ചായ എന്ന് പറഞ്ഞിട്ട് പോയിട്ട് നമ്മൾ അവിടെ കുടിക്കുന്നുണ്ടായിരിക്കും. ചിലപ്പോൾ ഷേക്കോ ഫലൂദയോ അങ്ങനെ ചായ കുടിക്കാൻ വേണ്ടി പോയിട്ട് അവസാനം ഫലൂദയിൽ കയറിയിട്ട് ഫലൂദയൊക്കെ കഴിച്ച ദിവസങ്ങളുണ്ട്. അപ്പോൾ എന്നാൽ നമുക്കെന്നാൽ ഒരു ചായ കുടിക്കാൻ വേണ്ടിയിട്ട് 10 രൂപ ഒരു 40 രൂപ ആവുന്നു. 2 ചായ 2 കടിയും കൂടിയിട്ട് 40 രൂപ ആവുന്നു. ഇവിടെ കൊണ്ട് പോയി കഴിഞ്ഞാൽ എന്നാൽ ചായ കുടിക്കണം എന്ന് പറഞ്ഞിട്ട് പോയിട്ട് ഒരു ഫലൂദ കഴിച്ചിട്ട് ഒരു 300, 400, 500 ആയിട്ടുണ്ട്. അല്ല അങ്ങനെ നമ്മൾ ഇത് പൈസ ഇട്ടാവും, ഇല്ല പിന്നെ കാര്യമൊന്നുമില്ല. അല്ല, ഞാൻ അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ ഇതെല്ലാം ചെയ്യുള്ളൂ, അല്ലാണ്ട് ഞാൻ അങ്ങനെ പ്രോത്സാഹിപ്പിക്കലുമില്ല. അവർക്ക് അങ്ങനെ ഇല്ല ചിലവാക്കണമെന്നില്ല താല്പര്യമില്ല. പക്ഷേ നമ്മൾ കൊണ്ടുപോകുന്ന സമയത്ത് നമ്മൾ ആ ഒരു ഭാഗം നോക്കണം. എന്താ വെച്ചാൽ ആ സ്ഥലം നല്ലതാണോ, ഹൈജീനാണോ, അങ്ങനെ നോക്കുന്നുണ്ടെങ്കിൽ ചിലപ്പം ഇത്ര പൈസ ഇപ്പം നമ്മൾ ഒരു ചായ അടിക്കണം വെച്ച് കഴിഞ്ഞാൽ ചായ ആക്കിയിട്ട് കുടിച്ചാൽ ഇതാണ് പ്രശ്നമില്ല. പക്ഷെ ആ പോകുന്നത് വേറൊരു സന്തോഷത്തിൻ്റെ രീതിയിൽ പോകുന്നതാണ്. പക്ഷെ ആ സമയത്ത് നമ്മൾ പൈസ നോക്കണ്ട, അതും കുറച്ച് ചിലവാകുന്ന സാധനമല്ല. അങ്ങനെ അത് ഉണ്ടാവും. അല്ല, നീ ഇപ്പോഴേ കുറച്ച് കൂട്ടി വെച്ചോ, എന്നാൽ മാത്രമേ എന്തെങ്കിലുമായിട്ട് നടക്കും. നീ ഉണ്ടാക്കുന്നുണ്ടല്ലേ കുറച്ച് സത്യം വെച്ചിട്ട്, അത് മതി. അത് മതി. പക്ഷെ ഞാൻ ഇപ്പോഴും പറയുന്നത് പറ്റുമെങ്കിൽ നീ നിന്റെ മാരേജ് കുറച്ചൊന്ന് പോസ്റ്റ്പോൺ ചെയ്തോ, അതായിരിക്കും നിന്റെ നല്ലത്. അത് വെച്ചാൽ കുറേ കാര്യങ്ങളുണ്ട് ഇതിനകത്ത്. ഇപ്പം എന്താ വെച്ചാൽ ഇപ്പം എൻ്റെ ബർത്ത്ഡേ ഈ മെയിൽ വരുന്നു. അപ്പോൾ ആ സമയത്തൊന്നും എനിക്ക് ഓർമ്മയുണ്ട്, കഴിഞ്ഞ കൊല്ലം ഇവളുടെ ആട്ടെ എനിക്കൊരു 2 ടീഷർട്ട് മേടിച്ചു തന്നെ.
ബർത്ത്ഡേ ഗിഫ്റ്റ് ആയിട്ട്. പക്ഷെ ഓൻ മിച്ചം തരുന്ന സമയത്ത് നമ്മൾ വിചാരിക്കുന്നത് ഓക്കെ നമുക്ക് ഇഷ്ടപ്പെട്ടിട്ട് നമ്മളറിയാൻ ഒരു ഡ്രസ്സ് വാങ്ങിച്ചിരുന്നു. അപ്പം നമ്മൾ ഇടുന്നു. ഇത്രയും കാലമായിട്ട് ആ സാധനം എനിക്ക് ഇടാൻ പറ്റിയിട്ട. എന്തുകൊണ്ട്? അവൾ കൊണ്ടുപോയി. അത്രയും കാലം എന്നാ അവൾ ടീഷർട്ട് ഇടാറുണ്ട്. ഇപ്പോൾ എൻ്റെ ടീഷർട്ടെല്ലാം ഓളൻ ഇടാറുണ്ട്. പക്ഷേ അളിയൻ മേടിച്ചത് മറ്റേ ഓവർ സൈസ്ഡ് ഇല്ല, കുറച്ച് വലുതായിട്ടില്ല. ഞാൻ അത്രയും കാലം ഞാൻ അങ്ങനത്തെ സാധനം ഇട്ടിട്ടൊന്നുമില്ല. ഇപ്പോഴത്തെ ആ ട്രെൻഡ് എനിക്കറിയുന്നൊന്നും ഉണ്ടാവില്ല. അപ്പോൾ നീ ഇങ്ങനത്തെ നിലയിലല്ല, നീ അപ്പോൾ ഫോമല്ലേ. അപ്പോൾ അങ്ങനത്തെ 2 ടീഷർട്ട് മേടിച്ചു തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് മേടിച്ചു തന്നു. ഓക്കെ, എനിക്ക് ഇഷ്ടപ്പെട്ടു. വീട്ടിലെത്തിയ ശേഷം പിന്നെ അത് എനിക്ക് കാണാൻ കിട്ടിയിട്ട. എന്താ വെച്ചാൽ ഓൾ അത് കൊണ്ടുപോയി. അത്രയും കാലം ഓളും അങ്ങനെ ഇട്ടിട്ടൊന്നുമില്ല. അപ്പോൾ ഇത് കിട്ടിയതിന് ശേഷം അതിന് ശേഷം എന്നോട് പറഞ്ഞതെന്ന് പറയാം, ഇപ്പോഴത്തെ ട്രെൻഡ് പറഞ്ഞാൽ കുറച്ച് ലൂസായിട്ടുള്ള ടീഷർട്ട് ഇടുന്നതാണ്. അതുകൊണ്ട് ഞാൻ ഒന്ന് ഇട്ടോക്കട്ടെ, എൻ്റെ ഓൾ ഇട്ടോക്കും. ഇട്ടോയി കഴിഞ്ഞാൽ എന്തായാലും അവർക്ക് ഇഷ്ടപ്പെടുമല്ല. ഇഷ്ടപ്പെട്ടു പിന്നെ അത് കൊണ്ടുപോയി. നമുക്കില്ല. ഞാൻ അങ്ങനെയാണ് വെച്ചാൽ നമുക്ക് ആദ്യം നമുക്ക് ഇഷ്ടപ്പെട്ടിട്ട് സാധനം മേടിച്ചു തന്നിട്ട് അല്ല കൊണ്ടുപോയി. ഈശ്വര, ഇനി എന്ത് ചെയ്യും? ആലോചിച്ചിട്ട് ഒരെത്തും പിടിയും കിട്ടത്തില്ല. നീ വന്നിട്ട് പറയാ സമയ ഇല്ല കൃഷ്ണാസ് വിളിച്ച. അപ്പൊ അല്ല ഞാൻ പറയുന്നൊക്കെ എന്നുവെച്ചാൽ നീ അറിഞ്ഞിട്ടല്ല അതിന് ഞാൻ പറയുന്നത് എന്നുവെച്ചാല് അവൻ ഇന്ന് ജാക്കേൻ്റെ അടുത്ത് പോയിട്ടേ. അപ്പോൾ അവൻ ആക്ച്വലി ഇന്ന് വിളിച്ചെന്നെ എന്താ വെച്ചാൽ അവൻ കഴിഞ്ഞ ആഴ്ച ഒരു പെണ്ണാണ് വേണ്ടി പോയിന്. അപ്പോൾ ആ സമയത്ത് പെണ്ണ് ഏകദേശം ഓക്കെ. അപ്പോൾ ഞാൻ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്നത് കല്യാണം കഴിച്ചാൽ ഇങ്ങനെ വൈഫിനെ അത്ര നല്ല രീതിയിൽ നോക്കണം, എന്നാൽ മാത്രമേ നല്ല റിലേഷൻ ഉണ്ടാവും. അവള് പറയുന്നല്ലേ കേൾക്കണം, അവൾക്ക് പറയാനുള്ള സ്പേസ് ഉണ്ടായി കൊടുക്കണം. സാകളെ കേരള ഫയർഫോഴ്സിനും ഇവിടുത്തെ നാട്ടുകാർക്കും മണവാളാൻ സൽസിന്റെ പേരിലും എന്റെ വ്യക്തിപരമായ പേരിലും ഞാൻ നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. ടീഷർട്ട് അത് ഞാൻ അടിച്ചു മാറ്റി. അത് നിനക്ക് ഇഷ്ടല്ലേ? അടിച്ച് അവർക്ക് ഇഷ്ടമാണ്ട് അവർക്ക് ഞാൻ കൊടുത്തു എന്ന് പറയാം. ഒരാൾ വിളിച്ചു പറഞ്ഞത് ഞാൻ അടിച്ചു മാറ്റി. അതെ ഇടാൻ കിട്ടിയില്ലടാ. കരയോടൊക്കെ പറയുന്ന പോലെയാണ്. ചേക്കിയുടെ അടുത്ത് പോകുന്നതാണ് ഞാൻ പോവാത്തത്. ശരിക്കും നമ്മൾ എന്തോട്ട് പോയിട്ടാ? നമുക്ക് സമയം ഉണ്ടായിട്ടാ. സമയമില്ലാത്തോണ്ട് പോകത്ത. ഇപ്പൊ ഞാൻ റെഡി ആവാത്തോണ്ട് അവക്ക് റെഡി ആവാൻ 1/2 മണിക്കൂർ എടുക്കാൻ 3/4 മണിക്കൂർ എടുക്കാൻ എന്റെ വിളയും വേണ്ട വല്ല കാര്യമുണ്ടോ? ഇല്ല, ഞാൻ പറഞ്ഞെന്ന് വെച്ചാല് അഖിലിനോട് ഞാൻ അത് പറഞ്ഞിട്ടല്ല. അഖിൽ നമ്മൾ എത്ര മണിക്ക് വിളിച്ചേ? 10 വിളിച്ചേ? 11 മണിക്ക് ഇറങ്ങാൻ അല്ല, ഞാൻ 11 മണിക്ക് ഞാൻ പറയുന്നത് 10 വിളിച്ചു. അല്ല 10 വിളിച്ചു. 11 മണിക്ക് റെഡി ആവാൻ വേണ്ടി പറഞ്ഞു. 1/2 മണിക്കൂർ കൊണ്ട് റെഡി ആവാൻ പറ്റാം നമുക്ക്. മാസത്തിൽ 2 തവണ കുളിച്ചാല് എനിക്ക് ജലദോഷം വന്നിട്ട് നമുക്ക് പറ്റുമായിരുന്നോ? ഞാൻ റെഡി ആവില്ല. വീഡിയോ ഒക്കെ എടുക്കണം 5-6 മിനിറ്റ് കൊണ്ട് ഞാൻ റെഡി ആവില്ലേ? വീഡിയോ ഒക്കെ പിന്നെ സ്മെല്ല് പ്രശ്നമില്ലല്ലോ, കുളിക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. അതുകൊണ്ട് നീ റെഡി ആവുന്നില്ലേ? ഇത് ആൾക്കാര് അപ്പൊ സുധി എപ്പോഴും ഇപ്പൊ ഞാൻ അറിയാതെ ഇങ്ങനെ വന്നോണ്ട് എനിക്ക് ഇതെല്ലാം മനസ്സിലായി. അതന്നെ ഞാൻ ഇത്ര സമയം പറഞ്ഞു. ഞാൻ ഇത്ര സമയം എന്ന് പറഞ്ഞേ നീ നല്ല കുട്ടിയാണ്. നീ എൻ്റെ എല്ലാ കാര്യവും നോക്കുന്നുണ്ട്. ഇപ്പൊ രാത്രിയിൽ നമുക്ക് നല്ല സ്നേഹത്തോടെ നമ്മളിങ്ങനെ ഒരു പ്രശ്നമില്ലാണ്ട് ഇങ്ങനെ നല്ല കുട്ടി സമാധാനത്തോടെ ഉറങ്ങാൻ പറ്റുന്നുണ്ട്. നമ്മ അടിയൊന്നും ഉണ്ടാക്കിയില്ല. തുടക്കത്തിൽ നമ്മ അടി ഉണ്ടാക്കിയിട്ടുണ്ട്, അതിന് ശേഷം നമ്മ അടി ഉണ്ടാക്കിയിട്ടില്ല. നല്ല വൃത്തിക്ക് സ്നേഹത്തോടെ പോകുന്നു. അങ്ങനെയല്ലേ ഞാൻ പറഞ്ഞു. ഞാൻ പറയാം എന്തെന്ന് 2 അടുക്കള രണ്ടടുക്കള ഇല്ലല്ലോ. 2 അടുക്കള ഞാൻ പറഞ്ഞിട്ടാ. നീ നല്ല ഫുഡ് കഴിക്കുന്നുണ്ടെന്ന് പറഞ്ഞ അടുക്കള പോലെ എടുക്കാൻ പോയാലും ചുറ്റിക്കുന്നല്ല, നാട് മുഴുവൻ ചുറ്റിക്കുന്നല്ല. സുധീര പറഞ്ഞത് നമുക്ക് ഇഷ്ടപ്പെട്ട സാധനം നമ്മൾ എടുക്കണ്ടേ? അല്ല ഞാൻ പറയട്ടെ, ഇപ്പം ഞാൻ ഡ്രസ്സ് എടുക്കാൻ വേണ്ടി പോകുന്നു. ഇപ്പൊ എനിക്കൊരു ഷോപ്പ് കയറിയിട്ട് ഇഷ്ടപ്പെട്ടിട്ടാണെങ്കിൽ ഞാൻ എടുക്കുമോ? എന്തും എടുത്തിട്ട് നമ്മൾ പോയിട്ടുണ്ടല്ലോ. ഇപ്പൊ ആരെങ്കിലും ആയിട്ട് ഇഷ്ടപ്പെടാത്ത ഡ്രസ്സ് എടുത്ത് നമ്മൾ പോയിട്ടുണ്ടോ? ഇപ്പൊ ഒരു ഷോപ്പ് കയറി
ഞാൻ ഇത് കുറ്റല്ല പറഞ്ഞേ. എന്റെ ഫ്രണ്ട്സിനൊക്കെ വിളിച്ച് സുബിനെ എന്തൊക്കെ ഞാൻ പറയാം. ഞാൻ പറട്ടെ, ഞാൻ കുറ്റം പറഞ്ഞു. ഞാൻ തോന്നിടുന്ന് പറഞ്ഞേ ഒരു ഷോപ്പ് കയറിയിട്ട് ഞാൻ ഇപ്പൊ സൊസൈറ്റി കൂടെ നിൽക്കാം, വണ്ടി കൂടെ നിൽക്കാം. ഞാൻ പറയുന്നത് ഞാൻ ഇപ്പൊ പറഞ്ഞ ഒരു ഷോപ്പ് കയറി, അവിടെ നല്ല ഡ്രസ്സിലേക്ക് അടുത്ത ഷോപ്പിൽ പോകും, അവിടെ നല്ല ഡ്രസ്സിലേക്ക് അടുത്ത ഷോപ്പിൽ പോകും. ചിലപ്പോൾ പെട്ടെന്ന് ആർക്ക് ഓർമ്മ വരുന്ന ആദ്യത്തെ ഷോപ്പിൽ നല്ല ഡ്രസ്സ് ഉണ്ട്, അപ്പൊ അടുത്ത ഷോപ്പിൽ പോകും. നമുക്ക് ഇഷ്ടപ്പെട്ട സാധനങ്ങൾ എടുക്കരുത്, അതല്ലേ ഞാൻ പറഞ്ഞേ. അതിനകത്ത് നീ കുറ്റമില്ലേ? ഞാൻ നല്ല കളി പറഞ്ഞേ. നാല് കാല് വീഴാൻ അറിയുന്ന ഒരു ജന്തു പൂച്ച കഴിഞ്ഞ സുധിക്കേ. നന്ദിയുണ്ട് സാറേ, നന്ദി. മനുഷ്യന്മാര് 4 കാല് വീഴാൻ പറ്റുന്ന ആരെന്ന് വെച്ചാല് അതിനുള്ള അവാർഡ് നോബൽ പ്രൈസും എല്ലാ അവാർഡും സുധിക്ക് കിട്ടും. നമ്മളെ ഇതല്ലേ ഞാൻ പറഞ്ഞേ. അല്ല പിന്നെ ഒരാൾക്ക് ഇഷ്ടപ്പെട്ട ഒരു ഫുഡ് കഴിക്കുന്നു, അതിന് നമ്മൾ പൈസ അല്ലേ? അതല്ലേ നീ ചെയ്യുന്നത്? നീ ഡയറ്റ് ദേശം കയറി ചിരിച്ചു നിൽക്കുന്നില്ല. നീ ഡയറ്റ് കൺട്രോൾ ചെയ്യുന്നുണ്ടല്ലേ, അത് നല്ല കാര്യമല്ലേ? നീ നിന്റെ ഹെൽത്ത് നോക്കുന്നു. ഞാൻ എത്ര പോസിറ്റീവ് ആയിട്ടാണ് പറഞ്ഞത്. രണ്ടടുക്കളയാക്കി അത് നിനക്ക് ഒരു ബസ് ഇടാൻ പറ്റുന്നില്ല, അവളെല്ലാം അടിച്ചു മാറ്റുന്നു, ലൈഫ് എൻജോയ് ചെയ്യാൻ പറ്റുന്നില്ല. കല്യാണം കഴിച്ചതിന് ശേഷം നീ ഇപ്പോഴേ കല്യാണം കഴിക്കരുത്, പറ്റി ഒരു 2 കൊല്ലം കഴിഞ്ഞ് കല്യാണം കഴിക്കുക. എന്തൊക്കെയാണ് മോശം കാര്യം മോശം കാര്യം ഞാൻ ഒന്നുമില്ല, ഞാൻ എല്ലാം കേട്ടു. എനിക്ക് പറയാൻ ഇതൊന്നും പറയണ്ടേ. പോയി ചത്ത് 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 ഓടി പോയി ഇങ്ങോട്ട്. ഇത് ആക്ച്വലി ചെറിയൊരു പ്രാങ്ക് ആയിരുന്നു. ഞാൻ ആക്ച്വലി ഈ ഒരു പ്രാങ്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അത്രയും 4-5 മാസമായി ചിന്തിക്കുന്നത്. ആക്ച്വലി ഇതിൻ്റെ സമയം കിട്ടിയിട്ടാ, അതിൻ്റെ സന്ദർഭം കിട്ടിയിട്ടാ. എങ്ങനെ ഉണ്ടായിരുന്നു പ്രാങ്ക്? ഇതിൻ്റെ പേരാണ് നിൽക്ക് ടോക്കിംഗ് ബിഹൈൻഡ് വൈഫ് എന്ന് പറയും. അതായത് നിൻ്റെ അവിടെ നിന്നിട്ട് കുറേ കുറ്റം പറയുന്നത്. ആക്ച്വലി ഇതൊന്നും സത്യമല്ല, സത്യം. എനിക്ക് അങ്ങനെ തോന്നുന്നുണ്ടോ ഞാൻ അങ്ങനെ പറയുന്ന 2 അടുക്കള എന്നൊക്കെ? ഞാൻ എപ്പോഴും നിന്നെ പ്രോത്സാഹിപ്പിച്ചിട്ടല്ലേ ഇല്ലയോ അല്ലേ? ഇപ്പം ഡയറ്റ് ചെയ്ത് നല്ലതാണ്, അപ്പോൾ ആ രീതിയിൽ ഫുഡ് കഴിക്കണം. ഈ ഒരു സാധനം വിറക്കുന്ന പോലെ ഉണ്ടോള്. ഇതിനെല്ലാം കൂടെ സുധി രാത്രി അനുഭവിക്കുമല്ലോ. ഇത് സത്യമാട്ടോ, അപ്പൊ അത് സത്യമാണ്. ഈ പറഞ്ഞ സത്യമാണ്. ഇന്ന് രാത്രി ഞാൻ ഉറങ്ങിയെങ്കിൽ എന്റെ സമാധാനം. ഈ പുറത്ത് ഞാൻ ഇന്ന് താജ്മഹൽ പണി. ഓക്കെ, ഞാൻ ആക്ച്വലി ഈ ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടി കുറേ നാളായിട്ട് വിചാരിക്കുന്നുണ്ട്. അതിന് മുമ്പിൽ ഞാൻ ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്ന് പോയിന്, പക്ഷേ സക്സസ് ആയിട്ട് അതിൻ്റെ അടുത്ത് വേറെ എന്തോ തിരക്കായിട്ട് ഇങ്ങനെ പോയി. അത് നീ അറിയില്ല, അതുകൊണ്ട് പറഞ്ഞിട്ടുമില്ല. പക്ഷെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ രണ്ടാമത് ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ അങ്ങനെ കുറേ കാലം ശേഷം ഈ ഒരു പ്രാങ്ക് ചെയ്തിട്ടുണ്ട്. ആക്ച്വലി വീണ്ടും വേറെയും കുറേ പ്രാങ്ക് വിചാരിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷേ ടൈം കിട്ടുന്നില്ല. അതുകൊണ്ട് മാത്രം ഈ ഒരു പ്രാങ്കിൽ ഒതുക്കി പോരെ. അപ്പോൾ ഓക്കെ, ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതുപോലത്തെ അടിപൊളി വീഡിയോസ് ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ബൈ. ഓക്കെ, ബൈ.